ഹായ് വെൽക്കം ടു എജുവേൾ. സോ നമ്മളിന്ന് ഫസ്റ്റ് ഫാമിലിയിലെ സോഷ്യോളജിയിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കുറച്ച് 35 MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യോളജിക്കൽ കൺസെപ്റ്റിൽ വരുന്നത്. സോ അതിൽ ദ വേർഡ് സോഷ്യോളജി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് സോഷ്യോളജി വാസ് കോയിൻഡ് ബൈ. സോ സോഷ്യോളജി എന്ന വേർഡ് കോയിൻ ചെയ്തത് അഗസ്റ്റ് കോംറ്റ് ആണ്. സോ ഓപ്ഷൻ എ. So second one, who defined the sociology as a science of social institution? Social institution എന്ന് ഡിഫൈൻ ചെയ്തത് എമിലി ഡർക്കിം ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. തേർഡ് വൺ, ഹൂ ഡിഫൈൻ സോഷ്യോളജി ആസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ ലൈഫ്? സോഷ്യൽ ലൈഫിനെ കുറിച്ചുള്ള സ്റ്റഡിയാണെന്ന് പറഞ്ഞത് ഓക്ബോൺ ആൻഡ് നിംകോഫ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. തേർഡ് വൺ. ഫോർത്ത് വൺ, റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് ഇസ് ദ വർക്ക് ഓഫ്. റൂൾ ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് സോഷ്യോളജിയിലെ മെത്തഡോളജിക്കൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതാണ്. സോ അതിൽ വരുന്ന ഒരു വർക്കാണ് റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത് എമിലി ഡർക്കിമിൻ്റെയാണ്. സോ ഓപ്ഷൻ ബി. ഫിഫ്ത്ത് വൺ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സോഷ്യോളജി? സോഷ്യോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ അല്ലാത്തത്. സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്നാണ് ഒരു മാറ്ററാണ്. ബി, സ്റ്റഡി ഓഫ് സോഷ്യൽ ആക്ഷനും ഒരു മാറ്ററാണ്. ഇനി സി, സ്റ്റഡി ഓഫ് ഫിസിയോളജി ആൻഡ് അനാട്ടമി ഓഫ് ഹ്യൂമൻ ബീയിങ്. സോ അത് സോഷ്യോളജിയുടെ സ്റ്റഡി മാറ്റർ അല്ല, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ അല്ല, ഒരു വ്യക്തിയുടെ ഫിസിയോളജി അല്ലെങ്കിൽ അവരുടെ അനാട്ടമി പഠിക്കുക എന്നുള്ളത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. സബ്ജക്റ്റ് മാറ്റർ അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. ദ സയൻസ് ഓഫ് സോഷ്യൽ ലൈഫ്, അതും സബ്ജക്റ്റ് മാറ്ററാണ്. സിക്സ് വൺ, ഹൂ ഈസ് എ പയനിയർ ഇൻ ഡെമോൺസ്ട്രേറ്റിംഗ് സയൻറ്റിഫിക് മെത്തഡോളജി ഇൻ സോഷ്യോളജി? സോഷ്യോളജിയിൽ സയൻറ്റിഫിക് മെത്തഡോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് വ്യക്തി ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് എമിലി ഡർക്കിം ആണ്. സോ ഓപ്ഷൻ ബി. ഹൂ ഡിഫൈൻ ദ സൊസൈറ്റി ആസ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്? സോ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്ഇവർ ആണ്. സോ ഓപ്ഷൻ എ ആണ്. എയ്ത്ത് വൺ, ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ഇസ് ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. സോ ഒരു സ്പെസിഫിക് ലൊക്കാലിറ്റി എന്ന് പറയുന്നത് ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് ചോദിച്ചാൽ അസോസിയേഷൻ്റെ അല്ല, ഗ്രൂപ്പിൻ്റെ അല്ല, കമ്മ്യൂണിറ്റിയുടെയാണ് ലൊക്കാലിറ്റി നമ്മൾ പറയുന്നത്, ഒരു എലമെൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ കമ്മ്യൂണിറ്റിയുടെയാണ് ലൊക്കാലിറ്റി ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. സോ ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നയൻത് വൺ, ചൂസ് ദ ക്യാരക്ടർ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് കൾച്ചർ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നയൻത്ത്. സോ കൾച്ചറൽ ഡൈനാമിക് ആണ്, കൾച്ചറൽ കണ്ടിന്യൂസ് ആൻഡ് ക്യുമുലേറ്റീവ് ഇൻറ്റഗ്രേറ്റീവ് ആണ്. സോ ഇത് മൂന്നും എന്താണ്, കൾച്ചർ മാറ്റർ കറക്റ്റാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. It is a way, dash is a way of life that include laws, belief, norms, habits, knowledge that human adopted or collected from their forefathers to live in society. So അവരുടെ എന്താണ് മുൻപുള്ള ഫോർഫാദേഴ്സിൽ നിന്ന് അവർ കളക്ട് ചെയ്ത വാല്യൂസ് അല്ലെങ്കിൽ നോംസ്, ഹാബിറ്റ്സ്, ഇതൊക്കെ അവർ ഫോളോ ചെയ്ത് പോകുന്നതിന് നമ്മൾ പറയുന്നത് കൾച്ചർ എന്നാണ്. സോ ഓപ്ഷൻ സി ആണ്. 11th വൺ, ചൂസ് ദ കമ്പോണൻറ്റ് ഓഫ് കൾച്ചർ. സോ കമ്പോണൻ്റെ കൾച്ചേഴ്സ് ലാംഗ്വേജ് വരുന്നുണ്ട്, നോംസ് ഉണ്ട്, ഫോക്ക് വേസ് ഉണ്ട്. സോ ഓൾ ആണ് ആൻസർ വരുന്നത്. 12th വൺ, ഡാഷ് ആർ സ്റ്റാൻഡേർഡ് ദാറ്റ് ഡിഫൈൻ ദ ഒബ്ലിഗേറ്ററി ആൻഡ് എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഓഫ് പീപ്പിൾ ഇൻ വേരിയസ് സിറ്റുവേഷൻ. സോ ഇത് നോംസ് ആണ്. സോ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിഹേവിയറിനെ നമ്മൾ പറയുന്നത് നോംസ് എന്നാണ്. 13, ഫോക്ക് വേസ് ആർ കോമൺലി നോൺ ആസ്. ഫോക്ക് വേസ്, നാടോടി അല്ലെങ്കിൽ തനിമ എന്നൊക്കെ പറയുന്നത് ഓപ്ഷൻ എ കസ്റ്റംസ് ആണ്. 14, ഹൂ കോയിൻഡ് ദ ടേം ഫോക്ക് വേസ്? ഫോക്ക് വേസ് എന്ന ടേം കോയിൻ ചെയ്തത് വില്യം ഗ്രഹാം സംനർ ആണ്. സോ ഓപ്ഷൻ എ ആണ്. 15, dash socialization is a process by which someone is consciously socialized for future occupation, position and social relationship. So future occupation വേണ്ടി, ഭാവിയിലെ occupation അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനോ വേണ്ടി സോഷ്യലൈസേഷൻ മാറ്റുന്നത്, ആ പ്രോസസ്സിനെ മാറ്റുന്നതിന് നമ്മൾ പറയുന്നത് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്നാണ്. സോ ഓപ്ഷൻ സി ആണ്. 16, ഇൻ ഡാഷ് കൾച്ചർ ഇൻക്ലൂഡ് നോൺ ടച്ചബിൾ തിങ്സ് ഓർ ദാറ്റ് വി ക്യാൻ ഫീൽ, തോട്ട് ബട്ട് നോട്ട് ടച്ചബിൾ. സോ നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതായിട്ടുള്ള കൾച്ചർ. സോ നമുക്ക് തൊട്ട് നോക്കാൻ കഴിയാൻ പറ്റാത്തതിന് നമ്മൾ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. 17, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് എ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻറ്റ്? സോ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻറ്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. സോ ഓപ്ഷൻ സി. 18, ഒബ്ജക്റ്റീവ് റിലേഷൻ തിയറി റിലേറ്റഡ് ടു സോഷ്യലൈസേഷൻ പുട്ട് ഫോർവേഡ് ബൈ മെലനി ക്ലെയിൻ ആണ്. സോ ഓപ്ഷൻ എ 18ൻ്റെത് എ ആണ്. 19, ലുക്കിംഗ് ഗ്ലാസ് തിയറി റിലേറ്റഡ് ടു സോഷ്യലൈസേഷൻ ഇസ് പുട്ട് ഫോർവേഡ് ബൈ CH കൂലെ ആണ്. സോ ഓപ്ഷൻ ബി ആണ്. 20,
കോൺഫ്ലിക്റ്റ് തിയറി വാസ് പുട്ട് ഫോർവേഡഡ് ബൈ. കോൺഫ്ലിക്റ്റ് തിയറി കാർൾ മാർക്സിൻ്റെയാണ്. സോ ഓപ്ഷൻ ബി ആണ്. 21 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഫാമിലി ഈസ് കറക്റ്റ്. സോ ഇതിൽ മെനി ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി ഹാവ് ബീൻ ടേക്കൺ ഔട്ട് ബൈ സെക്കൻഡറി ഏജൻസീസ് ടുഡേ. സോ ഇതാണ് കറക്റ്റ്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2022 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് NCAയുടെ ഇതിൽ വന്ന എക്സാമിൽ വന്നിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ എ ആണ്. സോ ബി എന്ന് നോക്കുമ്പോൾ അർബനൈസേഷൻ ഹാസ് സ്ട്രെങ്തൻഡ് എ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം. സോ അത് തെറ്റാണല്ലേ. അർബനൈസേഷൻ കൊണ്ട് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം എന്ത് ചെയ്തു, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോയതാണ്. ഈ ട്രഡീഷണൽ ജോയിൻറ്റ് ഫാമിലി ദ ഫാമിലി ഓഫർ ഹൈ ഇൻഡിവിജ്വൽ ഫ്രീഡം. സോ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്താണ്, കുറവാണ്. മോഡേൺ ന്യൂക്ലിയർ ഫാമിലീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിക്രീസ്ഡ് സ്റ്റാറ്റസ് ഓഫ് വിമൻ. സോ ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലി കാരണം സ്ത്രീകളുടെ സ്റ്റാറ്റസ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇല്ല അല്ലേ, കൂടിയിട്ടേ ഉള്ളൂ അല്ലേ. സോ അപ്പം ഓപ്ഷൻ എ മാത്രമാണ്, എ ആണ് കറക്റ്റായിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ്. 22 given below are two statements. One is labeled as assertion and others are as reason are. സോ ഇതിൽ ഒരെണ്ണം നമ്മൾ അസേഷനായിട്ട് പറയുകയാണ്. ആ അസേഷൻ്റെ തന്നെ റീസൺ ആണോ അടുത്തത് എന്ന്, അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് എ എന്ന് പറയുന്നത് അസേഷൻ എന്ന് പറയുന്നത് ജോയിൻറ്റ് ഫാമിലീസ് പ്രൊവൈഡ് സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ സെക്യൂരിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ്. സോ അത് കറക്റ്റാണ്. സോ അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റാണ്. സോ ജോയിൻറ്റ് ഫാമിലി എന്താണ്, ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഒരു സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ റീസണായിട്ട് പറയുന്നത് ജോയിൻറ്റ് ഫാമിലി റിട്ടാർഡ് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോട്ട് ഐഡിയൽനെസ്. സോ ഒരു വ്യക്തിത്വം, സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ത് ചെയ്യുന്നുണ്ട്, അത് കുറയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട് അല്ലേ, റിട്ടാർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഐഡിയൽനെസ്, ഒരു ലേസിനെസ്, അല്ലെങ്കിൽ ചുമ്മാതിരിക്കുക എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തോളും, അല്ലെ എനിക്കിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരാളുണ്ട്, ഫാമിലി ഉണ്ട്, സപ്പോർട്ട് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ അവരെന്താവും, ലേസിനെസ് അല്ലെങ്കിൽ ഐഡിയലായിട്ട് ഇരിക്കാൻ തുടങ്ങും. സോ അപ്പോൾ ഇത് ഒന്നിൻ്റെ എയും ട്രൂ ആണ്. അതിൻ്റെ തന്നെ റീസൺ ആണ് എന്ത്, ബി ആർ എന്ന് പറയുന്നത്. സോ അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ട്രൂ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതിൽ 2022 ക്വസ്റ്റ്യൻ ആണ്. ഹു ഡിഫൈൻ ജോയിൻറ്റ് ഫാമിലി ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ജനറലി ലിവ് അണ്ടർ വൺ റൂഫ്, ഹു ഈറ്റ് food cooked that one's heart, who hold property in common family worship and are related to each other as some particular type of kindred. സോ നമ്മളിത് ജോയിൻറ്റ് ഫാമിലിയിലെ ഡെഫിനിഷനിൽ പറഞ്ഞായിരുന്നു. ഇത് ഇരവെട്ടിക് കർവയാണ്. സോ ഓപ്ഷൻ സി. 24 ഹു ഡിഫൈൻഡ് ഫാമിലി ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ക്യാരക്ടറൈസ്ഡ് ബൈ കോമൺ റെസിഡൻസ്, എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. സോ ഇത് മർഡോക്കിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. സോ ഓപ്ഷൻ ബി. സോ 25 ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ ഫാമിലി ദാറ്റ് വി ക്രിയേറ്റ് വെൻ വി മാരി സംവൺ ആൻഡ് ഹാവ് ഓർ അഡോപ്റ്റ് ചിൽഡ്രൻ ഇസ് കോൾഡ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഫാമിലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ വ്യക്തിയെ കല്യാണം കഴിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുട്ടിയാകാം. സോ ഇങ്ങനെയുള്ളൊരു ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ഫാമിലി ഓഫ് പ്രോക്രിയേഷൻ എന്നാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ കീ വന്നപ്പോൾ അത് ഓപ്ഷൻ ബി ആയിരുന്നു. പിന്നെ ഫൈനലിൽ ഡിലീറ്റ് ചെയ്തോന്നും അറിയില്ല. സോ പക്ഷേ കറക്റ്റ് നമുക്ക് പഠിച്ചതനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻസർ വരുന്നത് എന്താണ്, ഫാമിലി ഓഫ് പ്രോക്രിയേഷൻ ആണ്. സോ ഓപ്ഷൻ എ ആണ്. ഹു ഡിവൈഡ് ദ ഫങ്ഷൻ ഓഫ് ഫാമിലി ഇൻറ്റു എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. സോ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ഫങ്ഷൻ എന്ന് ഫാമിലിയെ ഡിവൈഡ് ചെയ്തത് മാക്കൈവർ ആണ്. സോ ഓപ്ഷൻ ബി. 27 ദ ബയോളജിക്കൽ ഇൻ്റർ കണക്ഷൻ ഇസ് ദ കൺസാൻജുനസ് റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് സോഷ്യലി ഡിഫൈൻഡ് ആസ്. കൺസാൻജുനസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഇൻ്റർ കണക്ഷനെ നമ്മൾ സോഷ്യലി ഡിഫൈൻ ചെയ്തത് എന്താണ്, കിൻഷിപ്പ് എന്നാണ്. സോ ഓപ്ഷൻ സി. 28 dashes one in which a married couple traditionally lives with the man's mother's eldest brother. സോ ഭർത്താവിൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ ജീവിക്കുന്നതിന് നമ്മൾ പറയുന്നത് അവങ്കലോക്കൽ എന്നാണ്. സോ ഓപ്ഷൻ ബി. 29 it is a form of marriage whereas one woman marries more than one man at a given time. ഒരേ സമയത്ത് ഒന്നിലധികം പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നതിന് പറയുന്നത് പോളിയാൻഡ്രി എന്നാണ്. സോ ഓപ്ഷൻ ബി. It is a form of marriage wherein one man marries more than one woman at a given time. These are related as sisters by birth. So ഒരേ ചേച്ചി അനിയത്തിയും ഒരേ ആൾ തന്നെ കല്യാണം കഴിക്കുന്നതിന് നമ്മൾ പറയുന്നത് സൊററൽ പോളിഗൈനി എന്നാണ്. സോ ഓപ്ഷൻ എ ആണ്. 31 പ്രിസ്ക്രൈബ് ദാറ്റ് മേറ്റ് സെലക്ഷൻ ഷുഡ് ബി ഫ്രം വിത്തിൻ ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്ന് തന്നെ മേറ്റ് സെലക്ഷൻ നടത്തുന്നതിന് നമ്മൾ
എൻഡോഗമി എന്നാണ് പറയുന്നത്, ഓപ്ഷൻ ബി. പിന്നെ വിമൺ മാരീസ് ഹർ ഹസ്ബൻഡ് ബ്രദേഴ്സ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹർ ഹസ്ബൻഡ് ഇറ്റ് ഈസ് കോൾഡ്. സോ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഹസ്ബൻഡിൻ്റെ തന്നെ ബ്രദറിനെ കല്യാണം കഴിക്കുന്നതിന് നമ്മൾ പറയുന്നത് ലെവറേറ്റ് എന്നാണ്. 33. When a man from higher caste or varna marries a woman of lower caste or varna is called. സോ ഹയർ കാസ്റ്റിലുള്ളൊരു പുരുഷൻ ലോവർ കാസ്റ്റിലുള്ളൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിന് നമ്മൾ പറയുന്നത് അനുലോമ എന്നാണ്. സോ പിന്നെ വിമൺ ഫ്രം ഹയർ കാസ്റ്റ് മാരി എ മാൻ ഓഫ് ലോവർ കാസ്റ്റ്. ഒരു സ്ത്രീ ഹയർ കാസ്റ്റിലുള്ള സ്ത്രീ ലോവർ കാസ്റ്റ് പുരുഷനെ കല്യാണം കഴിക്കുന്നതിന് നമ്മൾ പ്രാറ്റിലോമ എന്നാണ് പറയുന്നത്. ഇനി അടുത്തതും പ്രീവിയസ് ഇയർ 2022 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാമിലി ഈസ് സെറ്റ് ടു ബി മോസ്റ്റ് എൻഡ്യൂറിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ്. സോ ഇതിൽ ഇത്രയുമാണ് ഓപ്ഷൻസ് വരുന്നത്. ഇതിൽ മൂന്നും കറക്റ്റായിട്ടുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെലക്ട് ചെയ്യാൻ പറ്റൂ. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ എക്കണോമിക്സ് നെസസിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. സോ അത് കറക്റ്റാണല്ലേ. എക്കണോമിക് എല്ലാ ഒരു ഫാമിലിയിലുള്ള വ്യക്തികളുടെ എക്കണോമിക് നെസസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യണം ഫാമിലി. ഇറ്റ് ഫെസിലിറ്റേറ്റ് സോഷ്യലൈസേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ. സോ സോഷ്യലൈസേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഫാമിലി. അതുപോലെ ഫോംസ് വാല്യൂസ് ആൻഡ് ഗൈഡ്സ് ബിഹേവിയർ ഓഫ് ഇറ്റ്സ് മെമ്പർ. സോ വാല്യൂസ് ഫോം ചെയ്യാനും അതുപോലെ ഒരു വ്യക്തിയുടെ ബിഹേവിയർ ഗൈഡ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇത് മൂന്നും എന്താണ്, കറക്റ്റാണ്. ഇതിൽ ബിയിൽ ഇറ്റ് ഫോം റിലേഷൻസ്. സോ റിലേഷൻസ് ഫോം ചെയ്യുക എന്ന് മാത്രമല്ല ഒരു ഫാമിലിയുടെ ഫങ്ഷൻ. അതുപോലെ ഇറ്റ് പ്രൊവൈഡ് ഇമോഷണൽ ആൻഡ് മെറ്റീരിയൽ സപ്പോർട്ട് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. സോ ഇമോഷണലും മെറ്റീരിയൽ സപ്പോർട്ട് ഫാമിലി തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലേ. അപ്പോൾ ഇത് രണ്ടും ഇതിൽ ഒരെണ്ണം നമുക്ക് കറക്റ്റായിട്ട് എല്ലാം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഗീവ്സ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ്. സോ ഇതെല്ലാം എന്താണ് കറക്റ്റ്, മൂന്നും ആപ്റ്റായിട്ട് വരാത്തതാണ്. സോ ഓപ്ഷൻ എ മാത്രമാണ് ഫുള്ളും ഫാമിലിയുടെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിലനിൽക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ആദ്യത്തെ മൂന്നെണ്ണമാണ്. സോ ഇത്രയേ ഉള്ളൂ MCQs. ഓക്കെ, താങ്ക് യു.